തിരുവനന്തപുരം വക്കത്ത് കുടുംബത്തിലെ കൂട്ടാത്മഹത്യ. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ, ഭാര്യ ഷീജ, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. മരണകാരണം കടബാധ്യത ആണെന്നാണ് പ്രാഥമിക നിഗമനം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, അത് ഒരു കടന്ന കൈയാണ്. 2 മക്കളെയും കുട്ടികൾ ആത്മഹത്യ ചെയ്യാനും മാത്രമുള്ള കടബാധ്യത എങ്ങനെ വന്നു? എന്താണ് കാരണമെന്ന് പോലീസ് പറയുന്നുണ്ടോ ഉമേഷ്? അത്തരം ഒരു അന്വേഷണത്തിലേക്കൊന്നും പോലീസ് എത്തിയിട്ടില്ല. നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഫോറൻസിക് വിഭാഗം എത്തി. ഇപ്പോൾ ഈ വീട്, അതായത് എന്റെ പിറകിലുള്ള ഈ വീട് തുറന്ന് അകത്തേക്ക് കയറി ഇനി ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഇത് രാവിലെയാണ്. സാധാരണ എല്ലാ ദിവസവും രാവിലെ ഈ കുടുംബത്തിൽ അനിൽകുമാറാണ് ഗൃഹനാഥൻ. അനിൽകുമാർ വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടന്റ് ആണ്. കാലങ്ങളായി ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. CPM ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം. രാവിലെ സാധാരണ ഈ സമയമാകുമ്പോൾ ഇവിടെ നിന്ന് ജോലിക്കായി ഇറങ്ങുന്നതാണ്. പക്ഷേ അങ്ങനെ ഇന്ന് രാവിലെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടും പുറത്തുനിന്ന് ആരും കാണാത്തത് കൊണ്ട് തൊട്ട് സമീപത്തെ വീട്ടിലെ ആളുകൾ വന്ന് ഈ വീട്ടിൽ കയറി നോക്കുമ്പോഴാണ് ഈ ഇത്തരത്തിൽ 4 പേരും ഈ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. അനിൽകുമാർ 55 വയസ്സ്, ഭാര്യ ഷീജ 50 വയസ്സാണ്. കൂടാതെ 2 മക്കൾ, 2 ആൺമക്കൾ. ഒരാൾ 25 വയസ്സുള്ള അശ്വിൻ, രണ്ടാമത്തെ ആൾ ആകാശ് 22 വയസ്സ്. അശ്വിൻ പഠനമെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം അന്വേഷിച്ച് നിൽക്കുന്ന ഘട്ടമാണ്. ഇവർക്ക് കടബാധ്യതയുണ്ടായിരുന്നു. അത് ഇവരുടെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും എല്ലാവരും പറയുന്നുണ്ട്. കാരണം പലരിൽ നിന്നായി കടം ചോദിച്ചു വാങ്ങാറുണ്ടായിരുന്നു. അത് കൃത്യമായി കൊടുത്തും മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഒരു നിശ്ചിത ഘട്ടം എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് അവരെയും ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രാഥമിക നിഗമനം മാത്രമാണ്. എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ മറ്റു കാര്യങ്ങൾ പോലീസിനും വിവരം ഉണ്ടാവുക. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഇവിടുത്തെ പ്രാദേശികമായി രാഷ്ട്രീയ പ്രവർത്തനമെല്ലാം നടത്തിപ്പോകുന്ന ഒരു കുടുംബം, എല്ലാവരുമായി നല്ല ബന്ധമുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലേക്കാണ് ഈ ഒരു വലിയ ദുരന്ത വാർത്ത എത്തിയത്. സങ്കടകരമായ വാർത്തയാണ് ഉമേഷ്.